അവർ പരസ്പര സമ്മതത്തോട് നടത്തിയ ഒരു വിവാദമാക്കേണ്ട ഒരു വിഷയമേ അല്ല. പിന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ചോദിച്ചാൽ മര്യാദ അനുസരിച്ച് വെക്കണം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എലക്ഷൻ വരാൻ പോകുന്നു. ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരാളുടെ കരിയറും ലൈഫും ഇല്ലാതാക്കണമെങ്കിൽ ഒരു പെണ്ണ് കേസ് മതി എന്നുള്ള പണ്ട് മുതലേ ഉള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണിത്. അങ്ങനെ ഇത് കാണാൻ സാധിക്കില്ലേ? ആള് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു എന്താ പറയുക രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ആളെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. ഒരു കാര്യം ഒരാളെ ഉന്നയിക്കുമ്പോൾ അല്ല സത്യം നമ്മൾ കണ്ടിട്ടില്ല എന്താന്ന്. അപ്പം നമുക്കൊരാളെ ആളും കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ തെറ്റേറിട്ടുണ്ടെങ്കിൽ ആൾ അനുഭവിക്കണം. അല്ലാണ്ട് നമുക്ക് ഒരാൾ പറയാനനുസരിച്ച് നമുക്ക് കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ മാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിരവധി പരാതികളുമായി യുവതികൾ രംഗത്തെത്തുമ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ നിരപരാധിയാണോ? MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടയോ? ഇത് വരാണ്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ. ഇതുണ്ട്, ഇത് തെളിവുകൾ സഹിതം ഹാജരാക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് പറയാൻ പറ്റില്ല. അല്ലാണ്ട് വെറുതെ ഒരാൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ? എന്തോരം കേസ് കേട്ട് ഇതിനു മുമ്പൊക്കെ ഉണ്ടായി, ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? ഈ ഒരാൾ രാജിവെക്കണമെന്നും പറയണതിൽ വലിയ കാര്യമില്ലല്ലോ. ഇതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ വാർത്ത? ഇപ്പം എന്താണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. മാധ്യമം അതറിയില്ല. സ്ഥാനം പോകുന്നു പ്രതീക്ഷിച്ചില്ല. അപ്പപ്പോഴുള്ള ക്ലാമർ അനുസരിച്ച് അപ്പോൾ പിള്ളേർ വന്ന് അതിലൂടെ പോയി. അതാ എനിക്ക് തോന്നണത്. പിന്നെ ഈ സ്ഥാനം പോയത് അയാൾക്കൊരു അടിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ചോദിച്ചാൽ മര്യാദ അനുസരിച്ച് വെക്കണം. പിന്നെ മറ്റാരും വേറെ ചൂണ്ടിക്കാണിക്കാം, നമുക്ക് അപ്പുറത്തെ രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിലുള്ള രീതി അതാണ്. അതുകൊണ്ട് രാജിവെക്കണമെന്നില്ലെന്ന് നമ്മൾ പറയണില്ല. മര്യാദ അവനവനുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കല്ല. അതനുസരിച്ച് അവർ ചെയ്യണം. ഒരു വിഷയമാണ്. നമ്മളൊരിക്കലും അതിനകത്ത് ഒരു ബോൾഡാണ്. കാര്യം ഒരു മനുഷ്യൻ്റെ പ്രായപൂർത്തിയായ രണ്ടുപേര് തമ്മിലാണ്. അവർ വ്യക്തിപരമായ അവർ പരസ്പര സമ്മതത്തോട് നടത്തിയ ഒരു വിവാദമാക്കേണ്ട ഒരു വിഷയമേ അല്ല. മാധ്യമ സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ വാർത്ത? അത് മാധ്യമ സൃഷ്ടിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല. മീഡിയയ്ക്ക് അതിനകത്തൊരു കാര്യമുള്ള വിഷയമല്ല. രണ്ട് പ്രായപൂർത്തിയായ മനുഷ്യരല്ലേ, അവർക്ക് സ്വതന്ത്ര തീരുമാനമെടുത്തൂടെ? അവർ കുറേ കാലത്തിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് അന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു അർത്ഥവ്യാപ്തിയുണ്ട്. കാര്യം ഒരു പാർട്ട്ണർ പിന്മാറപ്പം പറയുന്നതാണ്. അത് XY അത് ആരോ ആയിക്കോട്ടെ, അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. ഇതിന് വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അതെൻ്റെ അഭിപ്രായം. നമ്മളെന്ത് പറയാൻ? രാഹുലിന് മാധ്യമങ്ങൾ വേട്ടയാടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇതൊരു മാധ്യമ സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ വാർത്ത? അത് നമുക്ക് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമല്ല. നമ്മൾ അതിനകത്ത് വൃത്തിയായിട്ടുള്ളൊരു അഭിപ്രായം അറിയാണ്ട് വെറുതെ വർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ വെറുതെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ തെറ്റേറിട്ടുണ്ടെങ്കിൽ ആൾ അനുഭവിക്കണം. അല്ലാണ്ട് നമുക്ക് ഒരാൾ പറയാനനുസരിച്ച് നമുക്ക് കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കാര്യമൊന്നും നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇപ്പോൾ നിങ്ങളെ ചോദിക്കുമ്പോൾ നമുക്ക് വെറുതെ വായിത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അറിഞ്ഞിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ വായിത്തോന്ന് വിളിച്ച് പറഞ്ഞിട്ട് കൊതൊക്കെ പാട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതന്നെയാണ് അതിൻ്റെ ശരി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ആളറിയില്ല, എന്നാലും എന്താ പറയുക അതിനെ കുറിച്ചിട്ട്. ആൾ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു എന്താ പറയുക രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ആളെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ കോൺഗ്രസ് അല്ല, അതൊന്നുമല്ല കേട്ടോ. എന്നാലും എനിക്ക് ആളെ പേഴ്സണലായിട്ട് ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയാം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എലക്ഷൻ വരാൻ പോകുന്നു. ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരാളുടെ കരിയറും ലൈഫും ഇല്ലാതാക്കണമെങ്കിൽ ഒരു പെണ്ണ് കേസ് മതി എന്നുള്ള പണ്ട് മുതലേ ഉള്ളൊരു രാഷ്ട്രീയ തന്ത്രമാണിത്. അങ്ങനെ ഇത് കാണാൻ സാധിക്കില്ലേ? പുള്ളി ഈ കണ്ടെടുത്തോളം ഇന്ത്യൻ നിയമ നീതിന്യായ വ്യവസ്ഥയിൽ എവിടെ ലംഘനമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചല്ലോ, അതിലെവിടെയെങ്കിലും പുള്ളി ഈ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പുള്ളി കുറ്റക്കാരനാവുന്നത്? പിന്നെ മൊത്തം മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു പുകപടലങ്ങളാണ്. കുറേ ഊഹാപോഹങ്ങളും കുറേ കൂട്ടിച്ചേർക്കലുകളൊക്കെയാണ്. എനിക്ക് കണ്ടെടുത്ത് അങ്ങനെ തോന്നിയിട്ടില്ല. ചെറുപ്പക്കാരനാണ്, ആ ചെറുപ്പക്കാരൻ്റെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്കളാണോ ഇത്? മെൻസ് അസോസിയേഷൻ ഇത് തമ്മിൽ എന്താണോ ബന്ധം? ഇത് പീഡനം. പുള്ളി എവിടെയും എല്ലാവരും പുള്ളി എങ്ങനെ പീഡനമാണ്? താങ്കളുണ്ടോ പുള്ളി പീഡിപ്പിച്ചത്? പീഡിപ്പിച്ചായിട്ട് യുവതികൾ പറഞ്ഞോ?
മണ്ടത്തരം വിളിച്ചു പറയരുത്. മോളെ അതൊക്കെ ചോദിക്കേ ഈ നാടിനെ നാട്ടുകാരെയും ബാധിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ ചെയ്തെങ്കിൽ അത് അവൻ അനുഭവിച്ചോളും. അത് നമ്മൾക്കൊരു വിഷയമല്ല. ഒരു നാടിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്ന പ്രവൃത്തി കുറച്ച് നല്ലതൊക്കെ ആയിരിക്കണം. അതെ, അത് ഞങ്ങളത് കണ്ടിട്ടില്ലല്ലോ, കാണാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ രാഹുൽ കുറ്റക്കാരനാണെന്ന്. ഒരു കാര്യം ഒരാളെ ഉന്നയിക്കുമ്പോൾ അല്ല സത്യം നമ്മൾ കണ്ടിട്ടില്ല എന്താന്ന്. അപ്പം നമുക്കൊരാളെ ആളും കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ അയാളുടെ പിന്നാലെ നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ഇൻസിഡൻറ്റിൽ നമുക്ക് തോന്നിപ്പോവും മേ ബി അയാൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിൽ.